അത് ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവർക്കൊരുപാട് ഗുണങ്ങൾ ഉണ്ട്. അവർ ഒരു യഥാർത്ഥ പണ്ഡിതന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിലുണ്ടായിരുന്നു. അതാണ് അവരുടെ ലാളിത്യം, അവരുടെ താഴ്മ, അവരുടെ വിനയം തുടങ്ങി ഒരു പണ്ഡിതനക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ. അത് യാതൊരു സംശയം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന ഒരു തൗഫീഖ് അവരുടെ മുൻഗാമികൾക്ക് നൽകപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിനും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ തൗഫീഖ് ഉണ്ടായത് കൊണ്ടാണ് ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളും ഇതിൻ്റെ മുൻഗാമികൾ ഇതിന് പ്രവർത്തിച്ച ആ രീതിയും അവരുടെ നിലപാടുകളൊക്കെ പൂർണ്ണമായി തുറന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഇതിന് നേതൃത്വം നൽകാൻ സാധിച്ചത്. മഹാന്മാരെ സ്മരിക്കപ്പെടുന്ന ആ മജ്‌ലിസ് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ് എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മഹാന്മാരെ അനുസ്മരിക്കപ്പെടുക, അവരുടെ ജീവിതങ്ങൾ, ആ ജീവിതത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ, അവർ പിൻപറ്റിപ്പോകുന്ന നിലപാടുകൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരുടെ ആ റൂട്ടിലേക്ക് ജനങ്ങളെ സഞ്ചരിപ്പിക്കാൻ ആവശ്യമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അനുസ്മരണത്തിലൂടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അത് നമ്മളൊക്കെ പറയണത് പോലെ അതൊരു തമാശയായി പറയല്ല. ഇത് മഹാന്മാർ സ്ഥാപിച്ചൊരു സംഘടനയാവുമ്പോൾ തീർച്ചയായിട്ടും ആ മഹാന്മാരുടെ പ്രത്യേകമാവുന്ന തിരുനോട്ടവും അവരുടെ മതവും അവരുടെ നിർദ്ദേശങ്ങളും അവർക്കുള്ള ഉപദേശങ്ങളൊക്കെ എപ്പോഴും ഈ സംഘടനക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്തുമൊക്കെ ആര് വരണം, ആരെ നിയമിക്കപ്പെടണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഇലാഹിയാവുന്നതായ ഒരു പ്രവർത്തനം മഹാന്മാർ മുഖേന സാധിപ്പിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി പകരുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഈ സ്വഭാവത്തിൽ ജനങ്ങളുടെ അറിയുന്ന നിലക്ക് പ്രവർത്തിപ്പോയി നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു. അത് നമുക്കൊക്കെ അറിയാം, അവർക്ക് പകരം വെക്കാൻ ആരുമില്ല എന്നുള്ളത്. അങ്ങനെയാണ് അവരെ ഇൽമിലോ അല്ലെങ്കിൽ അവരുടെ സംഘടനാ പാഠമോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ അത് അവർക്ക് പ്രത്യേകമാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹിയായ നിലക്ക് നൽകപ്പെട്ടതായ കാര്യങ്ങളായി. അപ്പോൾ അവരുടെ വഫാത്തിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മഹാനാവുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഇത്രമാത്രം വാട്സപ്പ് പ്രചരണങ്ങളോ മറ്റൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്നാലും പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായി. പക്ഷേ അത് മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ ഹൃദയത്തിലേക്ക് പ്രത്യേകമായ ഒരു തോന്നിക്കലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ആ പൂർവികർക്കുള്ളതായ മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ നയിച്ചതുപോലെ അവരുടെ ആ രീതിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക്
നേതൃത്വം നൽകുകയും അതിനെ വളർത്താനും അതിനെതിരിൽ വരുന്നതായ സർവ ശക്തികൾക്കെതിരിൽ പ്രതികരിക്കാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. അതും ഒരു ഇലാഹിയായ ഒരു നിശ്ചയമാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ശേഷം പിന്നെ സംസ്ഥയുള്ള ജമിയത്തുലമയുടെ സെക്രട്ടറി ആരാവണം, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഇതിലില്ലാതെ ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാരെ നമ്മൾ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ പൂർവീകരിക്കുള്ള ആ സ്വഭാവത്തിൽ തന്നെ അവരുടെ വഫാത്ത് വരെ അവർ ഈ സംഘടനക്ക് നേതൃത്വം നൽകുകയും ഈ സംഘടനയെ നയിക്കുകയും ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യം. അത് ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവർക്കൊരുപാട് ഗുണങ്ങൾ ഉണ്ട്. അവര് ഒരു യഥാർത്ഥ പണ്ഡിതന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിലുണ്ടായിരുന്നു. അതാണ് അവരുടെ ലാളിത്യം, അവരുടെ താഴ്മ, അവരുടെ വിനയം തുടങ്ങി ഒരു പണ്ഡിതനുക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ. അത് യാതൊരു സംശയവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന ഒരു തൗഫീഖ് അവരുടെ മുൻഗാമികൾക്ക് നൽകപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിനും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ തൗഫീഖ് ഉണ്ടായത് കൊണ്ടാണ് ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളും ഇതിൻ്റെ മുൻഗാമികൾ ഇതിന് പ്രവർത്തിച്ച ആ രീതിയും അവരുടെ നിലപാടുകളൊക്കെ പൂർണ്ണമായി തുറന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഇതിന് നേതൃത്വം നൽകാൻ സാധിച്ചത്. ഇവിടെ ഉമർ ഫൈലി പറഞ്ഞതുപോലെ ഞാനും തന്നെ ബഹുമാനപ്പെട്ടവർ മിനാർപുഴി മുദരിസായിരുന്ന കാലഘട്ടത്തിൽ, ഞാൻ പട്ടിക്കാട് ജാമിയ നൂരിയിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഉള്ളൊരു ബന്ധമാണ് ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാര്. ആ ബന്ധം അവർ മരണപ്പെടുന്നത് വരെ, അവർ വഫാത്താകുന്നത് വരെ ആ ബന്ധം കാത്തു സൂക്ഷിക്കപ്പെട്ടു. അവര് ഇൽമുമായി കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ ജീവിതത്തിലുള്ള 99.25 സമയവും കുറച്ച് സമയം അനാരോഗ്യം കാരണം വീട്ടിൽ വിശ്രമിച്ചു. അത് വഹിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവർ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്നതായ ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇതുവരെ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ഒരിക്കൽ ഫത്വ കമ്മിറ്റി, ഞാനും ബഹുമാനപ്പെട്ട MT ഉസ്താദും മൂപ്പരും അന്ന് ഫത്വ കമ്മിറ്റിയിലുള്ളത്. അന്ന് മൂപ്പര് ഫത്വ കമ്മിറ്റിക്ക് വന്നപ്പോൾ കുറച്ച് സമയം MT ഉസ്താദ് വരാൻ വൈകിയപ്പോൾ മൂപ്പര് പറഞ്ഞു, അന്ന് ഈ കൊറോണയുടെ സമയമാണ്, ഞാൻ ഇന്ന് ഓൺലൈനിലൊന്ന് ദർസ് നടത്തട്ടെ എന്ന്. അപ്പോൾ ഉസ്മാനോട് കിതാബൊക്കെ വാങ്ങി മൂപ്പരവിടെ പോയിരുന്ന് ഓൺലൈനിൽ ദർസ് എടുത്തു. നമ്മളൊക്കെ ചെയ്യലുണ്ട്, പക്ഷെ അവരാ സമയം തന്നെ അത് പാഴാക്കാതെ വിശുദ്ധമായ ഇൽമിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് ഇൽമുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം അവർ ചെറുപ്രായത്തിൽ തന്നെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ മരണം വരെയുള്ളതായ ആ കാലഘട്ടത്തിൽ കുറഞ്ഞ സമയം അനാരോഗ്യം കാരണം വിശ്രമിക്കുന്ന ഒരു കാലം വഹിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും അവർ കിതാബുമായിട്ട് ബന്ധപ്പെട്ട് ദർസുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യും, ഞാൻ അത് എന്തായി ദർസ് നടത്തി, ബുഖാരി ദർസ് നടത്തി, പിന്നെ ഞാൻ അവിടുന്ന് വരുമ്പോൾ തന്നെ വേഗം ക്ലാസ്സിലാണ് പോയതെന്നൊക്കെ അവർക്ക് ഒരു ആവേശമായിരുന്നു ആ ദർസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അള്ളാഹു ചെയ്തു കൊടുക്കണ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടുള്ള ഫൈനലിസ്റ്റ് ബിൽ ഇൽമ് അത് മഹാന്മാരൊക്കെ പറയാൻ കാരണം അത് മിൻ അഫ്ളി ത്വഅത്ത്. അപ്പൊ ആ ഏറ്റവും ഉന്നതമാവുന്ന ആ ത്വഅത്തുമായി കൊണ്ട്, ആ സൽക്കർമ്മമായി കൊണ്ട് ബന്ധപ്പെടാൻ ജീവിതത്തിൽ ഒരു മനുഷ്യനിക്ക് തൗഫീഖ് നൽകപ്പെടുക എന്നുള്ളത്
ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പൊ ജീവിതത്തിൽ അവരുടെ ചിട്ടകളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കലോടുകൂടെ തന്നെ അവര് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആവശ്യമുള്ള സമയത്ത് അവര് ശകാരിക്കൂല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം. അവര് വലിയ ലാളിത്യം വിനിയൊക്കെ ഉള്ള ആള് തന്നെയാണ്. പക്ഷെ അതോടുകൂടെ എല്ലാവർക്കും പാളിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ആവശ്യമുള്ള സമയത്ത് നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളും അത് എന്താന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അവരുടെ മുൻഗാമികളാവുന്നതായ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അടക്കമുള്ളവർ നേതൃത്വം നൽകിയതുപോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയതായ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ. ചെറുപ്രായത്തിൽ തന്നെ സമസ്തയായിക്കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളതായ ഒരു അവസരം അവർക്ക് ലഭിക്കപ്പെട്ടു. ആ അവസരം അവര് ഉപയോഗപ്പെടുത്തി അവര് ജീവിതത്തിൽ അവര് പ്രായത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പല പോഷക സംഘടനകൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി അവർക്ക് ലഭിക്കപ്പെട്ടു. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടു ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഈ ഏത് സംഘടനകളാണെങ്കിലും അതിലേക്ക് പോരായ്മകളും ഒക്കെ പലർക്കും കണ്ടുപിടിക്കാം. പക്ഷേ ഇത് മഹാന്മാരിവിടെ സ്ഥാപിച്ചതായ ഒരു സംഘടന ആയതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹ് അവർ പറയലുണ്ട്. അവർ ക്ലാസ്സിന് മാത്രമല്ല പറയല്, അല്ലാത്ത സമയത്ത് ഉപദേശിക്കലുണ്ട്. ഇവിടെ മഹാന്മാർ ചെയ്തു പോകുന്ന സംഗതികൾ അത് എന്തുണ്ടെങ്കിലും അതിനെതിരുള്ളതായ രേഖകൾ നിങ്ങൾ കണ്ടാലും അതിനെതിരിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും പാടില്ല. നമ്മളെ മുൻഗാമികൾ എതിരിൽ ഇപ്പൊ നിങ്ങൾ കണ്ട ഈ രേഖകൾ അവർ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ന്യായങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം അവർ ചെയ്തതായ സംഗതികൾക്ക് നമ്മൾ രേഖകൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന് രേഖയില്ല എന്ന് പറഞ്ഞ് തള്ളാനും പാടില്ല. ആരാണ് ഇവരൊക്കെ എന്നറിയോ? മഹാന്മാരാവുന്ന മശായിഖന്മാര്, മഹാനാവുന്ന ഇമാം നവവി തന്നെ നമുക്കറിയാം. അവര് റളിയല്ലാഹു തആല അൻഹു അവര് ചില എന്ന് പറഞ്ഞു ഒന്നുണ്ടാക്കുമ്പോൾ അതിന്റെ അവയവങ്ങളിൽ ചെല്ലപ്പെടേണ്ട ചില ദുആകളുണ്ട്. അവയവങ്ങൾ കഴുകുമ്പോഴും തടയുമ്പോഴും ഒക്കെ അതിന് ഞാൻ കളഞ്ഞു എന്ന് മൂപ്പര് പറഞ്ഞു. അതിനുള്ള കാരണം പറഞ്ഞു ഇതിലാ അസുലലഹു. അപ്പൊ അത്രമാത്രം ശ്രദ്ധിച്ചവരാണ്. അടിസ്ഥാനമുള്ള സംഗതികൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവര് പറഞ്ഞതായ സംഗതികൾ അടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനം ഇല്ലാത്ത തന്നെയാണ്. അതുകൊണ്ടുള്ള വളരെ ധൈര്യത്തിൽ മൂപ്പര് പറഞ്ഞു ഇതാ സഹൽ ഹദീസ് പോകും മദ്ഹബി, ഹദീസ് സഹീഹ് എന്നാൽ അതാണ് എന്റെ മദ്ഹബ് ഫത്റുഖു, എന്റെ വാക്കുകളെ എന്റെ കൗലിനെ എന്റെ മദ്ഹബിനൊക്കെ നിങ്ങൾ വിട്ടോളി എന്ന് പറഞ്ഞാൽ സഹിയായ ഹദീസിന്റെ മേലിൽ മാത്രമേ എന്റെ ഹദീസിനെ ഞാൻ ബിനാവ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ എതിരിൽ ഏതെങ്കിലും ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകളൊക്കെ ബഹുമാനപ്പെട്ടവരും കണ്ടതാണ്. ആ ഹദീസുകളെക്കാൾ ഈ ഹദീസുകളെ തർജീഹ് ചെയ്യാനുള്ളതായ അതിന്റെ മാർഗങ്ങളും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാതെ സഹിയായ ഹദീസിന്റെ എതിരിലായിക്കൊണ്ട് സഹിയായ ഹദീസുകൾ അല്ലാത്ത ഒന്നിനും മൂപ്പര് മദ്ഹബിക്ക് അടിസ്ഥാനമായിക്കൊണ്ട് മൂപ്പര് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എന്നതുപോലെ മഹാന്മാരാവുന്ന മുൻഗാമികൾ അവര് ചെയ്യുന്നതായ സംഗതികൾ ഇതാണ് നമ്മുടെ അടിസ്ഥാനം. അവർ ചെയ്യുന്ന സംഗതികൾ അതിനൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് രേഖ കണ്ടിട്ടില്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറയാൻ പാടുള്ളതല്ല. ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി എന്ന. അപ്പൊ മുൻഗാമികളുടെ ആ നിലപാടുകളോട് അവർക്കുള്ളതായ ആ ചര്യകൾ അവർ ജീവിതത്തിൽ പകർത്തിയതായ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ അത് പകർത്താൻ തയ്യാറാവണമെന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? എത്രയും വലിയ അഷ്റഫുൽ ഖൽഖാവുന്ന എല്ലാ പൂർണ്ണതയിലും എത്തപ്പെട്ട മനുഷ്യൻ, അങ്ങനത്തെ റസൂലുള്ളാഹിനോട് ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതൊരു ദാഴിയാണെങ്കിലും ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവൻ ചെയ്യേണ്ടത് എന്താ? ദീനിന്റെ സംഘടനയാവുമ്പോൾ ആ സംഘടനയുടെ മുൻഗാമികളാവുന്നതായ ആളുകൾ അവർക്കുള്ളതായ ജീവിത രീതി, അവർക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് ജീവിതത്തിൽ പകർത്തണം.
അവർ ചെയ്ത സംഗതികൾക്ക് നമ്മൾ ലക്ഷ്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറയാൻ പാടുള്ളതല്ല. അവർ ചെയ്യുന്നതിൽ എതിരിൽ നമ്മൾ ലക്ഷ്യം കണ്ടാൽ ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചെയ്ത സംഗതികൾ ശരിയല്ല എന്നും പറയാൻ പാടുള്ളതല്ല. ആ ലക്ഷ്യങ്ങൾ അവരും കണ്ടതാണ്. അവർ കണ്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന ആ സംഗതിയിൽ നിന്ന് മടങ്ങാതെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇമാം പറഞ്ഞു ഇതില അസിലൂന്ന അസിലില്ലാത്ത എനിക്ക് അസിലില്ലാതെ പറയൂ. അവരൊക്കെ അസിലില്ലാത്ത അങ്ങനെ കയ്യൊക്കും പന്നതുവ, കാലുക്കും പന്നതുവ, മുഖക്കും പന്നതുവ, തലടയും പന്നതുവ, അതൊക്കെ പറഞ്ഞോടെ. അള്ളാഹുബി അമ്മീനി. അതുപോലെ തന്നെ ഇങ്ങനത്തെ ദുആകളൊക്കെ ദുആ നല്ലതല്ലേ? എന്നതിന് കുഴപ്പം? അള്ളാഹുമാരിയും ഷാരിയോ ബഷരിയാരെന്നൊക്കെ തലയാടുമ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇതിലാസ്ലഹു. അപ്പൊ ഓരോ സംഗതികൾക്കും അടിസ്ഥാനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവരെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നതുപോലെ സംഘടനയിൽ നമ്മൾ എപ്പോഴും സംഘടന ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എതിരിൽ ഇവിടെ ഈ പ്രസ്ഥാനക്കാർ, ഇവിടെ കള്ളത്തരീഖത്തുകൾ, ഇവരൊക്കെ യഥാർത്ഥ ദീനിനെ വികലമാക്കണ നിൽക്കുള്ള ആശയാദർശങ്ങളുമായിട്ടാണ് അവരൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, അവരൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതാണ്. അപ്പൊ അതിൻ്റെ എതിരിൽ ശബ്ദിക്കുക എന്നുള്ളത്, ശബ്ദിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധമാവുന്ന ദീന് അതിൻ്റെ തനതായ രൂപത്തിൽ, അതാണ് മുൻഗാമികൾ ആ ചെയ്തത് എങ്ങനെയാണോ അതൊക്കെ അതേ നിലക്ക് നിലനിർത്തിക്കൊണ്ടിട്ട് ഇവിടെ അത് നിലനിൽക്കണം. അത് നമ്മൾ പരിശോധിച്ചോ, നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് പലതും പുതിയത് കാണുന്നുണ്ട്. ഇതിലൊന്നും ലക്ഷ്യമില്ലാന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല എന്നുള്ള അർത്ഥം. അപ്പൊ അതുകൊണ്ടിട്ട് അതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടന ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഈ സംഘടന വളരെ നല്ല നീയത്തോടു കൂടി, ഇഖ്ലാസോടു കൂടി അവർ സ്ഥാപിച്ചതാണ്. ആ സംഘടന അത് ഇവിടെ നിലനിൽക്കേണ്ട കാലം, അതായത് ഖിയാമത്ത് നാൾ വരെ ആ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ഈ സംഘടന ഇവിടെ നിലനിൽക്കണം. ഈ ദീനിന്റെ സംരക്ഷണമാണ് ഈ സംഘടന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദ അവരവരെ ജീവിതത്തിൽ വളരെയധികം അത് ശ്രദ്ധിച്ചു. സംഘടനയുടെ മുൻഗാമികളെ കണ്ട ഇവിടെ അധികം വന്ന മുസാവർക്കൊക്കെ അധികം വരുമ്പോൾ, ഇപ്പൊ നമ്മളൊക്കെ അധികം വരുമ്പോഴൊക്കെ അവിടെ പോയി സിയാർത്ത് ചെയ്യില്ല. മഹാനാവുന്ന ഷെഹുലാന്റെ അടുത്തോ സാന്നിധ്യത്തിലൊക്കെ മൂപ്പരങ്ങനല്ല. ഇവിടെ മുഷാവർക്ക് വരുന്നതിന്റെ മുമ്പായിട്ട് അവിടെ പോയി ആദ്യം സിയാർത്ത് ചെയ്യും, അധിക സമയത്ത് സിയാർത്ത് ചെയ്യും. അപ്പൊ ആ മഹാന്മാരോടുള്ള ആ ബന്ധാണത്. അവരോടുള്ളതായ അവരുടെ പൂർണ്ണമാവുന്ന മദതുകൾ ഉണ്ടായാലേ സംഘടനയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മളെ സഹായം ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്ത് തുറന്നു പോകാൻ അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ആ നിലക്ക് അവരുടെ മുൻഗാമികളെ മുഴുവനും പരിഗണിച്ചു കൊണ്ടിട്ട് അവരുടെ ആ രീതിയും അവരുടെ ആ നിലപാടും പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് ഈ വിശുദ്ധമായ സംഘടനക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരുടെ നന്മകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എന്തെങ്കിലും സല്ലാത്തുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമീനായ തമ്പുരാനെ അതിനൊക്കെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കണേ. അവർ ദീനിന് ചെയ്ത സർവ്വ ഹിദ്മത്തുകളെയും നീ ഖബൂൽ ചെയ്യണേ. ഈ സംഘടനക്ക് വേണ്ടി അവർ ചെയ്തതായ സർവ്വ ഹിദ്മത്തുകൾ, ഈ സംഘടനന്റെ പോഷക സംഘങ്ങൾക്ക് വേണ്ടി ചെയ്തത്, ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്ത എല്ലാ ഹിദ്മത്തുകളെയും അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ ഖബൂൽ ചെയ്യണേ. അവർക്ക് ശേഷം നല്ലതായ ഒരു ഖലഫിനെ ഈ സംഘടനക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ, നമ്മൾ സാധാരണ നമ്മളെ മഹാന്മാരൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടാവുന്ന എല്ലാവർക്കും വേണ്ടിയും സമസ്ത കേരള ജമീയത്തുൽ ഉലമ നേരിട്ട് ഇറങ്ങിക്കൊണ്ടിട്ട് ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കലുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറയുടെ കീഴിലായി കൊണ്ടിട്ട്
ആലിക്കുട്ടി മുസ്ലിയാർക്ക് വേണ്ടി നവർ അള്ളാഹു മർക്കറ ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുമായും കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടവരോട് ഉണർത്തുമ്പോൾ അതുമായി സഹകരിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ നൽകണമെന്ന് പ്രത്യേകമായും കൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.